ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 2025 കേരള PSC നടത്തിയ പ്രിലിംസിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. ജനുവരി 11 സ്റ്റേജ് 2 എക്സാം, 10th ലെവൽ പ്രിലിംസിന്റെ എക്സാം ആണ്. സെക്രട്ടേറിയറ്റ് OA ഇതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ കേരള PSC പബ്ലിഷ് ചെയ്തു. ഈ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം നമുക്ക് ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചിട്ടുള്ളത് ശരിയായത് ഏതാണ്? മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് പോലീസിന്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. അപ്പോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആസ്ഥാനം തിരുവനന്തപുരം. അപ്പൊ 1ഉം 2ഉം മാത്രമാണ് ശരി. ശരിയാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഭക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ. തഹ്രി ഭഗീരഥിയാണ്, അത് തെറ്റാണ്. ശരി ചോദിച്ചത് കൊണ്ട് തന്നെ 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ സി. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കണ്ണൂർ ജില്ല പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 47 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. 1939 വാഗ്ഭടാനന്ദ ഗുരു അന്തരിക്കുന്നത്. മലബാറിലെ നാരായണ ഗുരു എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ്. തത്വപ്രകാശിക, ശിവയോഗി വിലാസം ഇതൊക്കെ സ്ഥാപിച്ചു. കണ്ണൂർ ജില്ലയിലാണ്, പാട്യത്താണ് ജനിച്ചത്. ബ്രഹ്മാനന്ദ ശിവയോഗി ഗുരുവായിരുന്നു. അപ്പോ ഇതിനകത്ത് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 39 മരിച്ച ഒരാൾ 47 വന്ന് ഗാന്ധിജിയെ കാണില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ശരിയാണ്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ള ആൻസേഴ്സ്. വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ഏത് എന്ന് കണ്ടെത്തുക. ജിയും ഭാഷാകവികളും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ്. മാപ്പിള റിവ്യൂവിന്റെ പത്രാധിപരായിരുന്നു. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് എല്ലാം ശരിയാണ് എന്നാണ് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ്. അപ്പൊ സ്വദേശാഭിമാനി എന്ന നാടകമുണ്ട്, നവയുഗ സംസ്കാര സമിതിയുണ്ട്, മാപ്പിള റിവ്യൂ പത്രാധിപരാണ്, ജിയും ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നു. EV രാമസ്വാമി സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതി ലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. അപ്പോ സത്യാഗ്രഹികൾക്ക് ക്ഷേത്രപ്രവേശനമല്ല, വൈക്കം എന്ന ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു വേണ്ടത്. 1924 ആരംഭിച്ചതാണ് വൈക്കം സത്യാഗ്രഹം. 603 ദിവസമാണ് നീണ്ടുനിന്നത്. ഐക്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ്. സവർണ ജാഥ ശരിയാണ്. മന്നത്ത് പത്മനാഭൻ. EV രാമസ്വാമി നായകർ പെരിയോർ എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ് വൈക്കം ഹീറോ എന്നും വിളിക്കുന്നത്. സേതു ലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ഗാന്ധിജി 1925 വന്നപ്പോൾ കണ്ടുമുട്ടിയതും സേതു ലക്ഷ്മിഭായിയാണ്. താഴെ പറയുന്നു രാജാറാം മോഹൻ റോയ് രചനകളിൽ പെടാത്തത് ഏതാണ്? പ്രിസെപ്റ്റസ് ഓഫ് ജീസസ്, തുഹഫത്തുൽ മുവാഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, സതിഹിത ബോധിനി. ഈ പറഞ്ഞതിൽ സതിഹിത ബോധിനി എന്ന് പറയുന്നത് വീരേശലിംഗം രചിച്ചതാണ്. ബാക്കിയെല്ലാം രാജാറാം മോഹൻ റോയിയുമായി ബന്ധപ്പെട്ടതാണ്. താഴെ കൊടുത്ത ശരിയായ ജോഡി കണ്ടെത്തുക. കേരള മീഡിയ അക്കാദമി തൃശൂർ, ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ കണ്ണൂർ, കേരള ലളിതകലാ അക്കാദമി കാക്കനാട്. ക്ലിയർ ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ തോഫത്തുൽ മുവാഹിദീൻ എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ അതൊരു പത്രമായിട്ടാണ് അറിയാവുന്നത്. ഇപ്പൊ രചന എന്ന് പറയുമ്പോൾ ഒരു ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് ഇത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റത്തില്ല. എന്നാൽ ഇത് ഒരു രചനയാണ് എന്ന് എടുക്കുന്ന ഒരാൾക്ക് കണ്ടോ, രണ്ടുള്ള ആൻസേഴ്സ് എന്തായാലും ശരിയാണെന്നറിയാം, അല്ലാത്തതാണ് തെറ്റ്. തുഹഫത്തുൽ മുവാഹിദീൻ ഇദ്ദേഹം രചിച്ചൊരു പത്രമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ആ അറിയാവുന്നത് കാരണം അതൊരു തെറ്റായി മാറാനും സാധ്യതയുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. കേരള മീഡിയ അക്കാദമി തൃശൂർ, ചലച്ചിത്രം തിരുവനന്തപുരം, കേരള ഫോക്ലോർ കണ്ണൂർ, ലളിതകലാ അക്കാദമി കാക്കനാട്. ആൻസർ ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരമാണ്, ഫോക്ലോർ കണ്ണൂരാണ്.
രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. ലളിതകല തൃശൂരാണ്. മീഡിയ അക്കാദമി കാക്കനാടുമാണ്. മഹാത്മജിയെ കുറിച്ച് പ്രസ്താവനകളിൽ ശരിയേത്? ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി നെയ് താലിം അല്ലെങ്കിൽ വാർധാ വിദ്യാഭ്യാസ പദ്ധതി. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 2020-ലാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലിയാണ്. എല്ലാം ശരി. നെയ് താലിമും 2020 അറിയാം. ഗാന്ധിജി ആദ്യം കേരളത്തിൽ വന്നത് 20-ലാണ്. 5 തവണയാണ് വന്നത്. അപ്പൊ 1, 3 ഉള്ള ഒരു ഓപ്ഷൻ ആകെ എല്ലാം ശരിയേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാം ശരി എഴുതും. താഴെ കൊടുത്തിരിക്കുന്ന തെറ്റായ ജോഡി ഏത്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് മനിലയാണ് എന്നറിയാം, അത് തെറ്റാണ്. ഒന്ന് മാത്രം ഉത്തരം മതി, അപ്പൊ ഇതായിരിക്കും തെറ്റ്. നാറ്റോ ആസ്ഥാനം ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇന്റർപോൾ ലിയോൺ ആണ്. ഇന്റർപോൾ ലിയോൺ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നമച്ച ബെർവയാണ്. നമച്ച ബെർവ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം കരേവ മണ്ണിനമാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന നിയന്ത്രണം ഏതാണ്? ഖനന നിയന്ത്രണം റാറ്റ് ഹോൾ മൈനിങ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? ടൈറ്റാനിയം ഓക്സൈഡ് ആണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാനപ്പെട്ട ഘടകം. മധ്യഘട്ടം, കീഴ്ഘട്ടം, അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞുപുളഞ്ഞൊഴുകുന്ന നദി. ഇങ്ങനെ വളഞ്ഞുപുളഞ്ഞൊഴുകുന്നു. ഇതാണ് വലയങ്ങൾ എന്ന് പറയുന്നു. അത് പിന്നീട് എന്താകുന്നു? ഈ വളഞ്ഞു പോകുന്ന ഈ സി ഷേപ്ഡ് അല്ലെ, മിയാൻഡേഴ്സ്, അതാണ് വലയങ്ങൾ. ഇനി ഇത് ഇങ്ങനെ ഒരു സി ഷേപ്പ് ഒറ്റയായിട്ട് ഇങ്ങനെ ഇരിക്കും. അതാണ് ഓക്സ്ബോ തടാകങ്ങൾ. സ്കൂൾ ബുക്കിലുള്ളതാണ്. നറൌറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2024 ഒക്ടോബർ ബ്രിക്സ് ഉച്ചകോടി നടന്നു. ബ്രിക്സിന് വേണ്ടി നമ്മൾ പ്രത്യേക ഒരു ക്ലാസ് തന്നെ വെച്ചിരുന്നു. ഉറപ്പായിരുന്നു ഈ ചോദ്യം. കസാൻ, റഷ്യ. 16ാമത് ബ്രിക്സ് സബ്മിറ്റ് ആണ് 2024 നടന്നത്. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചസാര. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. മാംഗനീസ് നേരത്തെ ഒഡീഷയായിരുന്നു മുന്നിൽ, ഇപ്പോ മധ്യപ്രദേശ്. ഇനി അജണ്ട 21 എന്തിനെ കുറിക്കുന്നു? ആൻസർ ആഗോള സുസ്ഥിര വികസനം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു? 70 വയസ്സിന് മുകളിൽ എല്ലാവരും. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010 ഒക്ടോബർ 18 ആണ്. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ചു കേരളമാണ്. ലഞ്ച് ബെൽ പദ്ധതി നമ്മുടെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ലഞ്ച് ബെൽ ഉച്ചയൂണ് പദ്ധതിയാണ്. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? 2 മാത്രം. ഫ്യൂഡൽ നികുതി നൽകുക എന്നുള്ളതാണ് ബന്ധമില്ലാത്തത്. തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കൂ, നികുതി നൽകാതിരിക്കൂ എന്നൊക്കെ പറഞ്ഞു. ഇതിനകത്ത് ബന്ധമില്ലാത്തത് 2 മാത്രമാണ്. താഴെ പറയുന്ന ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏത്? നവമഞ്ചരി. ആദിഭാഷ ചട്ടമ്പി സ്വാമികളാണ്. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളാണ്. അരുൾ നൂൽ വൈകുണ്ഠ സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി ഗുരുദേവൻ രചിച്ച കൃതിയാണ് നവമഞ്ചരി. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ധോളവീര. താഴെ പറയുന്ന ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഗുലാംഗിരി രചിച്ചു എന്നുള്ളത് തെറ്റാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. 2016 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്. പാഞ്ചാല ശബ്ദം എഴുതിയത് ആര്? കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്. പാഞ്ചാല ശബ്ദം സുബ്രഹ്മണ്യ ഭാരതി. സ്വാഭിമാന പ്രസ്ഥാനം ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? തെലങ്കാന. ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വം, മതസ്വാതന്ത്ര്യം, ചൂഷണം. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ 19 to 22 ആണ്. സമത്വം 18 അല്ലെ, 14 മുതൽ 18 വരെയാണ് സമത്വം. അപ്പൊ 1 D ആണ്, 2 C ആണ്. അപ്പൊ ഈ 2 ഓപ്ഷൻ പോയി. ഇനി ഇത് 2 ഉണ്ട്. മതസ്വാതന്ത്ര്യം 25 to 28 ആണ്.
അപ്പോൾ ആൻസർ ഇതാണ്. ചൂഷണത്തിനെതിരെ 23, 24 ബാലവേല നിരോധിക്കൽ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ആന്ധ്രാപ്രദേശുകാരനാണ് പിങ്കാളി വെങ്കയ്യ. ചുവടെ തന്നിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ? ദേശീയ പതാക, ഗാനം, ആദരിക്കുക, പരമാധികാരം, ഐക്യം, സമഗ്രത മുറുകെ പിടിക്കുക, സംരക്ഷിക്കുക, ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത, വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. രാഷ്ട്രപതി. താഴെ പറയുന്ന വിവരാവകാശവുമായി ശരിയായ പ്രസ്താവനകൾ ശരിയാണ് വേണ്ടത്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നത് വിവരാവകാശ കമ്മീഷൻ. മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതി. വിരമിക്കൽ പ്രായം 70 വയസ്സ്. 70 വയസ്സല്ല, 65 വയസ്സാണ്. ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1ഉം 2ഉം മാത്രമാണ്. ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ് വന്നത്. പക്ഷെ ആന്ധ്രാപ്രദേശും 1956 നവംബർ 1-നാണ് ആന്ധ്രാപ്രദേശ് വന്നത്. 14 സംസ്ഥാനങ്ങൾ, 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ആദ്യം വന്നത് ആന്ധ്രയാണ്. എല്ലാവർക്കും ഉത്തരം കിട്ടുന്നതാണ്. പിന്നെ ആരെങ്കിലും ഒക്കെ എലിമിനേഷൻ കൊടുത്താൽ ഇത് ക്യാൻസൽ ആയി പോകും. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. സുകുമാർ സെൻ. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് ഹെബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തു? ആനന്ദമഠം. ആനന്ദമഠം. സന്യാസി കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇത് രചിച്ചത്. 1950 ജനുവരി 24-നാണ് ഇത് ഔദ്യോഗികമായി നിലവിൽ വന്നത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ: അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രി. അമ്മുവിന്റെ ആന വേലക്കാരിയാണ്. അമ്മു ആനിയുടെ വേലക്കാരിയാണ്. അങ്ങനെയൊക്കെ നമുക്ക് ഓർത്തു വെക്കാം. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, പിന്നെ ദാക്ഷായണി വേലായുധൻ. ഇവര് 3 പേരാണ് മലയാളികളായ വനിതകൾ. 3 മലയാളികളെ ഉണ്ടായിരുന്നുള്ളൂ. സരോജിനി നായിഡു, രാജകുമാരി അമൃതകർ ഒക്കെ പങ്കെടുത്തു. 15 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. ആൻസർ ഡി. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? വേമ്പനാട്ട് കായലാണ്. കേരളത്തിന്റെ ചിത്രശലഭം ഏതാണ്? ബുദ്ധ മയൂരി. ഔദ്യോഗിക ചിത്രശലഭം. ഔദ്യോഗിക മീൻ കരിമീൻ. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി കബനി, ഭവാനി, പാമ്പാർ. 3 കിഴക്കോട്ട്, ബാക്കി 41 പടിഞ്ഞാറോട്ട്. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകളിൽ നിന്ന് നിരവധി ചോദ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അത് നല്ല രീതിയിൽ ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തവർക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം PR ശ്രീജേഷാണ്. ഇരവികുളം ദേശീയോദ്യാനം സംരക്ഷിത മൃഗം വരയാട്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടം. ആട്ടക്കഥ ആണ് സാഹിത്യ രൂപം. കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. കർഷക ദിനം എന്ന്? ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്ത. ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? കൊല്ലം ജില്ല, നീണ്ടകരയാണ്. 1812 വയനാട് കുറിച്യ കലാപം. ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം? കുറിച്യ കലാപവും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പ്രിലിംസിന് വേണ്ടി സ്പെഷ്യലായി പഠിച്ച ടോപ്പിക്കാണ്. ഒത്തിരി ഒന്നും നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. ആകെ ബ്രിക്സ്, കുറിച്യം, അങ്ങനെ ഒരു 3 നമ്മൾ ഹൈലൈറ്റ് ചെയ്തു. ആ ബ്രിക്സിൽ നിന്നും ചോദിച്ചു, കുറിച്യ കലാപത്തിൽ നിന്നും ചോദിച്ചു. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപം. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തി. അതല്ലേ കാരണം? രാജ്മഹൽ കുന്നിലാണോ? അല്ല, വയനാട്ടിലാണ് ഈ കലാപം നടന്നത്. 1812 തന്നെയാണ്. കലാപത്തെ പറ്റി പഠിക്കാൻ വില്യം ലോഗനെയാണോ നിയമിച്ചത്? അല്ല, നേതൃത്വം നൽകിയത് രാമൻ MP. അത് പഠിച്ച ഒരാൾക്ക് ഈ മാർക്ക് കിട്ടും. അപ്പൊ ആൻസർ 1ഉം 4ഉമാണ് ശരി. നമുക്ക് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ 51 ആൻസർ C ആണ്. അടുത്ത ചോദ്യം: 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് നിഹോൺ ഹിഡാങ്ക്യു സംഘടന ജപ്പാനിലെയാണ്. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പേരുണ്ട്, ഹിബാക്കുഷ എന്നാണ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയിച്ചത് കാരിച്ചാൽ ചുണ്ടൻ. ശരിയായ ജോഡി: ഗുരുദേവൻ പ്രാചീന മലയാളം, ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം. അഖിലത്തിരുട്ട് വൈകുണ്ഠ സ്വാമികളാണ്. ദർശനമാല ശ്രീനാരായണ ഗുരുവാണ്.
പണ്ഡിറ്റ് കറുപ്പൻ ജാതി കുമ്മി ശരിയാണ്. 2025 പ്രഥമ ഖോ ലോകകപ്പ് വേദിയായത് ഡൽഹി, ഇന്ത്യയിലാണ്. VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്ത നാടകം. എല്ലാ ക്ലാസ്സിലും പറയാറുള്ളതാണ്. 29-ലാണ് ഇത് ആദ്യമായി അരങ്ങേറുന്നത്. എടക്കുനി, തൃശൂർ ജില്ലയിലാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇദ്ദേഹത്തിന്റെ ആത്മകഥ കണ്ണീരും കിനാവുമാണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി ആരാണ്? തിരുവിതാംകൂറിൻ്റെത് അക്കാമ ചെറിയൻ. കേരളത്തിന്റെ ഝാൻസി റാണി ആനി മസ്കി. വിശേഷിപ്പിച്ചത് അക്കാമ ചെറിയാനെ ഗാന്ധിജി. കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നും അക്കാമ ചെറിയൻ അറിയപ്പെടുന്നു. കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലത്ത് കോട്ടയം ജില്ലയിൽ ജനിച്ച നവോത്ഥാന നായികയാണ് അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാൻ കാഞ്ഞിരപ്പള്ളി. പിന്നെയോ എന്ത് നടത്തി? രാജധാനി മാർച്ച് നടത്തി. തമ്പാനൂരിൽ നിന്ന് രാജധാനി മാർച്ച് കവടിയാർ കൊട്ടാരത്തിലേക്ക്. ചുവടെ പറയുന്ന ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ? കീഴരിയൂർ ബോംബ് കേസ്. മൊബൈൽ ഫോണിന് അനുഭവപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള ഗവൺമെന്റ് പദ്ധതിയാണ് കൂട്ട്. മഹാകവി G ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിനെയാണ്. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാ? ബീജസംയോഗത്തിന് ശേഷം ഓവ്യൂള് വിത്താകും. എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏതാണ്? എക്സിറ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ ഗാർഡൻ തുടങ്ങിയവയാണ്. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷന് എക്സാമ്പിൾ എന്താണ്? ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ്. ഗോൾജി കോംപ്ലക്സ്. രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, ആൽബുമിൻ. ഈ 3 പ്രോട്ടീനാണ് പ്ലാസ്മ പ്രോട്ടീൻ എന്ന് അറിയപ്പെടുന്നത്. മാംസത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ഏതാ? പ്രോട്ടിയേസ്, പെപ്സിൻ, ട്രിപ്സിൻ. ലിപ്പേസിനാണ് ബന്ധമില്ലാത്തത്. തെറ്റായ പ്രസ്താവന. തെറ്റ് വേണം. വൃക്കയിൽ ജലത്തിന്റെ പുനരാകരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കും. വേനൽക്കാലത്ത് വാസോപ്രസിൻ അളവ് കുറവ്. മഴക്കാലത്ത്, തണുപ്പ് കാലത്ത് വാസോപ്രസിന്റെ ഉൽപാദനം കുറവ്. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിന്റെ പുനരാകരണം കുറയും. ആൻസർ ബി ആണ്. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവാണ് എന്ന് പറഞ്ഞതാണ് തെറ്റ്. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി. എയ്ഡ്സ് നിപ വൈറസ് ആണ്. ശരിയാണ്. എയ്ഡ്സ് ആണെങ്കിലും നിപ്പ ആണെങ്കിലും കാരണം വൈറസ് ആണ്. ക്ഷയം എലിപ്പനി ബാക്ടീരിയ. ശരിയാ. ഡിഫ്തീരിയ എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. മലമ്പനി പ്രോട്ടോസോവ. വൈറസ് എന്ന് പറഞ്ഞത് തെറ്റാണ്. ഡെങ്കിപ്പനി വൈറസ് ആണ്. ചിക്കുൻഗുനിയ വൈറസ് ആണ്. ബാക്ടീരിയ എന്ന് പറഞ്ഞത് തെറ്റാണ്. അപ്പൊ 1, 2 ശരിയാണ്, 3, 4 തെറ്റാണ്. ശരിയും തെറ്റും ഐഡന്റിഫൈ ചെയ്യൂ എന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ. ക്യൂണിക്കൾച്ചർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ വളർത്തൽ. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിലെ അസ്ഥിസന്ധി ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധി. സിനാപ്സ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണപ്പെടുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. 2, 3 ശരിയായിട്ടുള്ളത്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. ഇലക്ട്രോണിനോടുള്ള അഫിനിറ്റി കൂടുതൽ ക്ലോറിനാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയാണ് അൽനിക്കോ. താഴെ പറയുന്ന തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? ബേക്കലൈറ്റ്, പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, നൈലോൺ ഒക്കെ തെർമോപ്ലാസ്റ്റിക് ആണ്. പ്രോട്ടോണിന് ആ പേര് നൽകിയത് റൂദർഫോർഡ് ആണ്. LPG മുഖ്യ ഘടകം ബ്യൂട്ടൈൻ ആണ്. LPG മുഖ്യ ഘടകം. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് എന്താണ്? വെലോസിറ്റി ബൈ ടൈം ആണ് ത്വരണം. ബലത്തിന്റെ യൂണിറ്റ് ഏത്? ന്യൂട്ടൺ ആണ് ഫോഴ്സിന്റെ യൂണിറ്റ്. ജൂള് പ്രവൃത്തിയുടെ യൂണിറ്റ്, താപത്തിന്റെ യൂണിറ്റ്, ഊർജത്തിന്റെ യൂണിറ്റ് ഒക്കെ ജൂളാണ്. പാസ്കൽ മർദ്ദത്തിന്റെ യൂണിറ്റാണ്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. യന്ത്രങ്ങളുടെ ഊർജം യാന്ത്രികോർജം. താഴെ തന്നിരിക്കുന്ന ഗ്രീൻ എനർജി അല്ലാത്തത്. ഗ്രീൻ എനർജി എന്ന് പറയുമ്പോൾ ഹരിത ഊർജം പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നത് ഗ്രീൻ എനർജിയാണ്. പക്ഷെ അല്ലാത്തതാണ് വേണ്ടത്, പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തതാണ് വേണ്ടത്.
അറ്റോമിക് റിയാക്ടർ, സൗരോർജം, കാറ്റ്, വെള്ളം ഇതെല്ലാം പുനഃസ്ഥാപിക്കാൻ സാധിക്കും. കടലിന്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് സോണാർ. ഉപയോഗിച്ചിരിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക് തരംഗം. അൾട്രാസോണിക് തരംഗം. അങ്ങനെ 80 GK ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. 5 എണ്ണൽ സംഖ്യയുടെ തുക 300 ആണ്. അപ്പോ ശരാശരി എന്ന് പറയുന്നത് 300/5 ആണ്, 60 ആണ്. ശരാശരി നടുക്കത്തെ പദമാണ്. വലിയ സംഖ്യ ചോദിച്ചത് കൊണ്ട് ഇതല്ലേ ശരാശരി, 5 സംഖ്യകളാണ്. 61 എണ്ണൽ സംഖ്യയുടെ അടുത്തടുത്ത സംഖ്യയാണ്, 62 ആണ്. ആൻസർ 62. ഇനി താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യാ ജോഡികളിൽ തുക 1 വരാത്തത് ഏത്? ഇത് നമുക്ക് ഛേദം 1 ആണെങ്കിൽ ഛേദം അതുപോലെ എഴുതുക, അംശങ്ങൾ കൂട്ടുക. 2/2 1. ഛേദം അതുപോലെ എഴുതി അംശങ്ങൾ കൂട്ടി 3/3 1. ഇവിടെ ഛേദം അതുപോലെ എഴുതി അംശങ്ങൾ കൂട്ടി 15/15 1. 9/11 എന്നാണ് വരുന്നത്. അതുകൊണ്ട് ഇതാണ് ഉത്തരം 1 വരാത്തത്. നമ്മുടെ കയ്യിൽ ഒരു ടാങ്ക് ഉണ്ട്. 36 ലിറ്റർ ആണ് ഇതിനകത്ത് വെള്ളം ഉൾക്കൊള്ളുന്നത്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 3/4 ഭാഗം നിറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 36ന്റെ മുക്കാൽ എന്ന് വെച്ചാൽ എത്രയാണ്? 27 ലിറ്റർ ആണ് ഇതിന്റെ മുക്കാൽ എന്ന് പറയുന്നത്. 20 ലിറ്റർ ഒഴിച്ചെങ്കിൽ മുക്കാലായെങ്കിൽ ഇനി 7 ലിറ്റർ കൂടി അവിടെ ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ ഉത്തരം 7 ലിറ്റർ അവിടെ ഉള്ളത്. താഴെ തന്നിരിക്കുന്ന പൂർണ്ണവർഗം. 5ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ 125 പൂർണ്ണവർഗമാണോ? അല്ല. 5ന്റെ സ്ക്വയർ 25, 5ന്റെ സ്ക്വയർ 25, 625 പൂർണ്ണവർഗമാണ്. ഇതാണ് ശരി. 25ന്റെ സ്ക്വയർ. 1 കിലോഗ്രാം ആപ്പിൾ 180 രൂപ. അപ്പൊ ആപ്പിളിന് 180. ഓറഞ്ചിന്റെ വില 60 ആണ്. 3 കിലോഗ്രാം ആപ്പിൾ, 3 കിലോഗ്രാം എന്ന് പറയുമ്പോൾ ആപ്പിൾ ഇൻറ്റു 3 540. 4 കിലോഗ്രാം ഓറഞ്ച് 6 4 24 240. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 780 രൂപയാണ്. അപ്പൊ ആൻസർ വരുന്നത് 780. 20 മീറ്റർ പെർ സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാറ് 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും? അപ്പോ നമ്മളുടെ സമയമാണ് വേണ്ടത്. ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് 36 കിലോമീറ്റർ, സമയം 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് കിലോമീറ്റർ അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 36/20 ഗുണം 18/5. ഇത് ഭിന്നസംഖ്യയുടെ ഹരണമാണ് അല്ലെ? തിരിച്ചിട്ട് ഗുണിക്കണം. 36/20 ഗുണം 5/18. 18 2 36, I 4 20. വീണ്ടും വെട്ട 2 ഈ 2 4. അരമണിക്കൂർ എന്ന് കിട്ടി. ഈ അരമണിക്കൂർ എന്ന് പറയുമ്പോൾ എന്താണ്? അരമണിക്കൂർ എന്ന് പറഞ്ഞാല് എന്താണ്? 30 മിനിറ്റ് ആണ്. ചോദ്യം മിനിറ്റിൽ എഴുതാനാണ്. അപ്പൊ നമ്മുടെ ആൻസർ, ഫൈനൽ ആൻസർ എന്താണ്? 30 മിനിറ്റ്. ക്ലിയർ ആണോ? ഇവിടെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് ഗുണിക്കണമെന്നും ഇത് തിരിച്ചിട്ട് ഗുണിക്കണമെന്നും മനസ്സിലാക്കുക. ഒരു ഭിന്നസംഖ്യയുടെ ഹരണം എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക. 1.25 ദശാംശ സംഖ്യ തുല്യമായ ഭിന്നം ഏതാണ്? നോക്കിയേ, 1.25 അല്ലേ? 25/2 എന്ന് വെച്ചാൽ 1 2 2 ഈ 2 4 12.5 അല്ലേ? ഇവിടെയോ ഒരു സ്ഥാനം മാറ്റി കുത്തിടണം, 12.5. ഇതെങ്ങനെ 1.25 ആണോ? അല്ല. 5/2 എന്ന് വെച്ചാൽ എന്ത് കിട്ടും? ഈ 2 4 2 പോയിന്റ് സംതിങ് അല്ലേ വരുന്നത്? 2.5 ആണ്, 2.5 എന്നാണ് വരുന്നത്. അപ്പൊ 5/4 ആണ് ഉത്തരം. ഇനി നമുക്ക് വെരിഫൈ ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് 5/4 കിട്ടിയത്? 5 ഡിവിഷൻ 4, ഒരു 4 4. അപ്പൊ ബാലൻസ് 1 പോയിന്റ്, I2 10, 1.2, ഈ 4 8, ബാലൻസ് 2 20, I4 1.25 കിട്ടും. ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റു. 10% നഷ്ടമുണ്ടായി. 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം? 10% നഷ്ടം എന്ന് വെച്ചാൽ 90 ആണ് 2070. 5% ലാഭം 105 ആണ്. അത് എത്രയാന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ ആ 105 ഗുണം 2070/90 ആണ്. ഇതിങ്ങനെ ക്രോസ് ചെയ്തു. ഈ 0 വെട്ടി. 9 2 18, 27 9 3 27. 105നെ 23 കൊണ്ട് ഗുണിക്കുമ്പോൾ 2415 എന്ന് ലഭിക്കും.
അതാണ് ആൻസർ. 2415 ആൻസർ. 196 ചതുരശ്ര മീറ്റർ അല്ലെ, പരപ്പളവ് വിസ്തീർണം കിട്ടി 196. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിന്റെ നീളം എ സ്ക്വയർ ആണ് 196. എ എന്ന് വെച്ചാൽ റൂട്ട് 196 ആണ്. ഉത്തരം 14 മീറ്റർ ആണ്. 5, 7, 14 പൂർണ്ണമായും ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ. LCM കാണുക. 7 കൊണ്ട് ഒരു 7, 7, 7, 14, 70 എന്ന് കിട്ടും. LCM ആണ്. 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങ്. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ്. പല രീതിയിൽ ചെയ്യും. ഞാനിത് നമ്മളുടെ ഓപ്ഷനിൽ എടുത്ത് കാണിക്കാൻ പോവുകയാണ്. 10, 7, 8, 11. ഇതാണ് ഇപ്പൊ ഷീലയുടെ വയസ്സ്. 5 വർഷം മുൻപ് ഷീലയുടെ വയസ്സ് എത്രയാണ്? 5, 2, 3, 6. ഇനി അപ്പൊ സാബുവിന്റെ വയസ്സ് എത്രയാണ്? 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങ്. 5 ഗുണം 3 15 ആണ്. 5 3 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 3 മടങ്ങാണ്. 3 ഗുണം 2 6 ആണ്. 3 ഗുണം 3 9 ആണ്. 6 ഗുണം 3 18 ആണ്. ഇനി 5 വർഷം മുമ്പല്ലേ, ഇപ്പൊ സാബുവിന്റെ വയസ്സ് 5 വർഷം കുറയ്ക്കണം അല്ലെ. അപ്പൊ 10, 6 നിന്ന് 5 കുറയ്ക്കുമ്പോ 1. ഇനി 9 നിന്ന് 5 കുറയ്ക്കുമ്പോ 4. 18 അല്ല 5 വർഷം മുമ്പ്. ഇപ്പൊ 5 കൂട്ടണം. ഇപ്പോഴത്തെ വയസ്സെന്ന് വെച്ചാൽ 5 കൂട്ടണം. തിരിച്ചാണ്. 15, 5, 20, 6, 5, 11, 9, 5, 14, 18, 5, 23. ഇനി ഇപ്പോ 12 വയസ്സ് കൂടുതലുണ്ട്. ഇപ്പോ ഷീലയുടെ വയസ്സ് എത്ര? 10. 10 നിന്ന് 12 കൂടുതലുണ്ടോ? ഇല്ല. ഇത് 10 കൂടുതൽ. ഇതല്ല. 7 12 കൂടുതലാണോ? 19 ആണോ? അല്ല. 8 12 കൂടുതലാണെങ്കിൽ 20 വരണം ആണോ? അല്ല. 11 വയസ്സുണ്ടെങ്കിൽ 12 കൂടുതലാണെങ്കിൽ 23. ശരിയാണ്. അപ്പൊ ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം ഇവിടെയാണ് സാറ്റിസ്ഫൈ ചെയ്തത്. ആൻസർ 11 വയസ്സാണ് ഷീലയ്ക്ക് ഇപ്പോൾ. ഇത് ബുദ്ധിയൊന്നും വേണ്ട, ചുമ്മാതെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം എടുത്ത് കൂട്ടിയാൽ മതി. ഒരു പ്രത്യേകത കൂടെ ലവ്. നമുക്ക് ABCDE നോക്കിയേ. ലവ് എൽ എന്ന് പറയുമ്പോൾ M ഇല്ല, N ഉണ്ട്. O P ഇല്ല, Q ഉണ്ട്. V UV W ഇല്ല, X ഉണ്ട്. G ഇല്ല, ABCDEF ഇല്ല, G ഉണ്ട്. ഒന്ന് വിട്ടിട്ട് അടുത്തത് എഴുതിയേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ H വന്നാലോ? HI വേണ്ട, J വേണം. അപ്പൊ ഇത് ക്യാൻസൽ. B വേണ്ട, C വേണം. T U ഇല്ല, V വേണം. അപ്പൊ ഇത് ക്യാൻസൽ. വരുമ്പം F വേണ്ട, G വേണം. അപ്പൊ ആൻസർ ഇതാണ്. അടുത്ത ചോദ്യം. ഇതൊരു എന്താണ്, നമ്മുടെ ബോർഡ് മാസ് പോലത്തെ ഒരു പ്രോബ്ലം ആണ്. ഭിന്നസംഖ്യയാണ് വന്നേക്കുന്നത്. 1 മൈനസ് 1/2 into 2 1/4 പ്ലസ് 1/2. ഓക്കെ ആണ്. ഇനി നിങ്ങൾക്ക് 4 മൊത്തത്തിൽ എടുക്കാം. 4 മൈനസ് 1 പ്ലസ് 2. 6 നിന്ന് 1 വെച്ചാൽ 5/4. ഉത്തരം 5/4 ആണ്. 4 പ്ലസ് 1 5/4. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 93A ആണ്. 92 D ആണ്. 91 D ആണ്. 94 AZ അല്ലെ. ഇത് ആദ്യം അവസാനം കോമ്പിനേഷൻ ആണ്. അപ്പൊ ഉത്തരം EV ആണ്. ഇത് വർഗീകരിക്കാനാണ്. ഉത്തരം B ആണ്. നിരീക്ഷിക്കണം, താരതമ്യം ചെയ്യണം, എന്നിട്ട് വർഗീകരിക്കണം, അപഗ്രഥിച്ചിട്ട് നിഗമനത്തിൽ എത്തണം. ഒറ്റയാൻ 63 ആണ്. കാര്യം ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. ഇത് മാത്രം 31 ഗുണം 3. ഇതിന്റെ ഘടകങ്ങളാണ് 31, 3 ഒക്കെ. ഭാജ്യസംഖ്യ 50 കുട്ടികളുണ്ട്. അപ്പോ 50 കുട്ടികളുണ്ട്. രാഹുൽ ഇപ്പോ 16ാമത്. അപ്പൊ ബാക്കി നിന്ന് രാഹുൽ എത്രാമതാണ്? 50 മൈനസ് 16 34. അപ്പൊ 35ാമതാണ് രാഹുൽ. ഇനി 38ാമതാണ് ഫാത്തിമ. ഇവർക്കിടയിൽ 36, 37 2 കുട്ടികളുണ്ട്. ഇവർക്കിടയിൽ 38ാമത്തെ ആളാണ് ഫാത്തിമ. അപ്പൊ ആൻസർ ഓപ്ഷൻ ചെയ്യുക. ഒരാൾ വീട്ടിൽ നിന്ന് 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. 12 കിലോമീറ്റർ തെക്കോട്ട് വന്നു. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇപ്പോ 7 കിലോമീറ്റർ ആണ് കിഴക്കോട്ട് സഞ്ചരിച്ചത്. ഇനി കിഴക്കിന്റെ വലത് എന്ന് വെച്ചാൽ താഴോട്ടാണ്. തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പൊ ഇയാൾ തെക്ക് ദിശയിൽ നിൽക്കുകയാണ്.
ഇതിന്റെ വലതെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരണം, പടിഞ്ഞാറ് സൈഡിൽ വരണം. അപ്പൊ പടിഞ്ഞാറ് 7. തുടക്കം ഇത് 4 ആണെങ്കിൽ പിന്നെ ഇതെന്തായിരിക്കും 4. 12 4 16. ഇപ്പൊ താഴോട്ടുള്ള ഡയറക്ഷൻ ആണ് തെക്കാണ്. 16 കിലോമീറ്റർ തെക്കാണ്. ഒരു ക്ലാസ്സിൽ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയുടെ ഭാരത്തെക്കാളും ഡിയുടെ ഭാരത്തെക്കാളും കുറവാണ്. അപ്പൊ ബി എന്ന് പറയുമ്പോൾ എയുടെ ഭാരത്തെക്കാളും ഡിയുടെ ഭാരത്തെക്കാളും ബിക്ക് ഭാരം കുറവാണ്. ഇയുടെ ഭാരമാണെങ്കിലോ സിയേക്കാൾ കൂടുതലാണ്. ഇക്ക് സിയേക്കാൾ കൂടുതലാണ്, പക്ഷേ ബിയേക്കാൾ കുറവാണ്. അപ്പൊ ബിക്ക് താഴെയാണ്. ഏറ്റവും ഭാരം കുറവാരാണ്? സി ആണ്. ഏറ്റവും കുറവല്ലേ ചോദിച്ചത്, അപ്പൊ ഉത്തരം സി ആണ്. പിന്നെ കൂടുതൽ കണ്ടുപിടിക്കേണ്ടി വരുന്നില്ല, എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും ഇതിനകത്ത്. ഓക്കെ ആണ്. എ ബി സി 6. എയുടെ വില 1, ബിയുടെ വില 2, സിയുടെ വില 6. 3 2 5 1 6 കൂട്ടുന്നു. 2 3 4 4 3 7 2 9 കൂട്ടുന്നു. അപ്പൊ സി എത്ര? 3. ഡി എത്ര? 4. ഇത് 5 4 9 3 12. 100 സി. അങ്ങനെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരമുള്ള 100 ക്വസ്റ്റ്യന്റെയും ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രിലിംസിന് വേണ്ടി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു. അതിനകത്ത് നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വന്നു. നമ്മൾ വലിച്ചു വാരി ഒരുപാട് പഠിക്കാറില്ല. കാര്യം ഇങ്ങനെ എല്ലാ ദിവസവും 10 20 ക്ലാസ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്കും പഠിക്കാൻ പറ്റത്തില്ല. ചുമ്മാ ഇത്രയും കിടന്ന് പഠിക്കേണ്ട കാര്യവുമില്ല. അപ്പൊ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ പ്രിലിംസ് എന്നും പറഞ്ഞിട്ട് കുറച്ച് എക്സാംസ് എടുത്തു. അത് 2021 മുതൽ 24 വരെ PSC ചോദിച്ച എക്സാംസ് മാത്രമാണ് നിങ്ങൾക്ക് എടുത്തു തന്നത്. എന്നിട്ട് കഴിഞ്ഞ പ്രിലിംസിന് PSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത കുറിച്ച് കലാപം, ബ്രിക്സ്, അങ്ങനത്തെ കാര്യങ്ങൾ തന്നു. പിന്നെ ഞാൻ നോബൽ സമ്മാനങ്ങളുടെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പാരീസ് ഒളിമ്പിക്സും ഏഷ്യൻ ഒളിമ്പിക്സും ഒക്കെ പ്രതീക്ഷിച്ചു. അത് പക്ഷേ ചോദിച്ചില്ല. അതിന് ചിലപ്പോൾ അടുത്ത പ്രിലിംസിനായിരിക്കും വെച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ സെലക്ടഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും എക്സാംസ് ബേസ്ഡ് ഇങ്ങനത്തെ GK മാത്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും. അപ്പൊ അത് മാത്രം പഠിച്ചാൽ മതി. അത്രയും നല്ല രീതിയിൽ പഠിച്ച് വീണ്ടും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയെങ്കിൽ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് പ്രിലിംസിന് സ്കോർ ചെയ്യാൻ പറ്റും. അനാവശ്യമായി ഒരുപാട് കിടന്ന് ഇങ്ങനെ വാരി വലിച്ച് പഠിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇനി വരാൻ പോകുന്ന പ്രിലിംസുകാരുടെ ഇതേ എനിക്ക് പറയാനുള്ളൂ. ഫസ്റ്റ് പ്രിലിംസിന് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് പ്രിലിംസിന്റെ ക്വസ്റ്റ്യനും സെക്കൻഡ് പ്രിലിംസിന്റെ ക്വസ്റ്റ്യനും ഇപ്പൊ നമ്മൾ ചെയ്ത റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ തന്നെ ഈ പ്രിലിംസിന്റെ പ്ലേലിസ്റ്റിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് 2024 എന്ന പ്ലേലിസ്റ്റിൽ ഇതുവരെ PSC നടത്തിയ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. ഇത് പഠിച്ചു തരുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. കൂടുതൽ ഇവിടെ നോക്കേണ്ട കാര്യമില്ല. 2024 വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത കുറച്ച് സിലബസ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരും. അപ്പൊ അന്ന് നിങ്ങൾ കുറച്ച് സമയം പോകും. അതുകൊണ്ടാണ് നമ്മൾ അത് കൂടുതൽ പ്രിഫർ ചെയ്യേണ്ട, പ്രിലിംസ് ബേസ്ഡ് പഠിച്ചോളൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.